ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം ഒരു സമയത്ത് ഗുരുവായൂർ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് നമുക്കറിയണ്ടേ? അതെ. ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആലപ്പുഴ ജില്ലയായിട്ടുള്ള അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഗുരുവായൂർ നട എന്നൊരു സംഭവം ഉണ്ട് അല്ലെ? അത് എങ്ങനെയാണ് ഉണ്ടായത്? അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് അന്ന് ടിപ്പു സുൽത്താൻ മലബാർ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോ അന്നേരം നമ്മുടെ എന്താ പറയുക മറ്റേ ഗുരുവായൂർ അമ്പലം ആക്രമിക്കാൻ വന്നു. ആക്രമിക്കാൻ അവര് പദ്ധതി ഇട്ടു. അപ്പൊ നമ്മുടെ കോഴിക്കോട് സാമൂതിരി എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ മറ്റേ ഗുരുവായൂർ വിഗ്രഹം കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വിഗ്രഹം ഇളക്കിയെടുത്തിട്ട് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് അവിടെ ഗുരുവായൂർ നട എന്ന് പറഞ്ഞിട്ട് ഐതിഹ്യം വരാൻ കാരണം. അവിടെയാണ് അത് പ്രതിഷ്ഠിച്ചത്. മനസ്സിലായി. അതായത് ടിപ്പു സുൽത്താൻ വന്നിട്ട് ഇവിടുന്ന് ഗുരുവായൂരപ്പന്റെ പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്തു സാമൂതിരി. കാരണം ടിപ്പു സുൽത്താനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മായാവിഗ്രഹം നമ്മുടെ ഗുരുവായൂർ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം കൂടി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. അതെ. അപ്പൊ അത് മറ്റേ ടിപ്പു സുൽത്താൻ കണ്ട് അതെടുത്ത് പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വന്നിട്ട് ടിപ്പു സുൽത്താൻ വന്നിട്ട് മറ്റേ ഗുരുവായൂർ അമ്പലം ആക്രമിച്ചു. ശരിക്കും ആക്രമിച്ചു എന്ന് പറഞ്ഞാല് ഗുരുവായൂർ അമ്പലത്തിന് തീയിട്ടു. കൂത്തമ്പലം ഫുള്ളായിട്ട് കത്തിപ്പോയി. അതുപോലെ തന്നെ അമ്പലത്തിന്റെ വേറൊരു സൈഡും കത്തി. പക്ഷെ പൂർണ്ണമായിട്ട് കത്താൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്തു. ഗംഭീര മഴ വന്നൊരു പ്രളയം പോലെ തരുന്ന മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ളായിട്ട് കത്തി നശിക്കാൻ പറ്റിയില്ല. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ അമ്പലത്തിന്, ഒരു ഐതിഹ്യം ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിന് കേട്ടോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സാമൂതിരിയുടെ ആൾക്കാരും ഭക്തന്മാരും ഒക്കെ ഇടപെട്ടിട്ടാണ് അത് ടിപ്പു സുൽത്താൻ കൊണ്ടുപോയെങ്കിലോ എന്ന് പേടിച്ച് ചെയ്തൊരു സംഭവമാണ്. അതാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനും ശ്രീകൃഷ്ണ ക്ഷേത്രവും നമ്മുടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും തമ്മിലുള്ള ഒരു ബന്ധം, കണക്ഷൻ എന്ന് പറയുന്നത് അതാണ്. അത് നമ്മൾ ഇപ്പോഴും നമ്മൾ അമ്പലപ്പുഴ ചെല്ലുമ്പോ കാണാൻ പറ്റും. ഇവിടെ ഗുരുവായൂർ നട എന്ന് പറഞ്ഞിട്ട് അവിടെ എപ്പോഴും ഉണ്ട് സ്ഥലം. അത് കൂടെയാണ് നമ്മള് എന്താ പറയാ അവിടുത്തെ അമ്പലപ്പുഴ പാൽപ്പായസം മേടിക്കാൻ പോകുന്ന ക്യൂ അതിലൂടെയാണ് പോണത്. അമ്പലപ്പുഴ പാൽപ്പായസം ഫേമസ് ആണ്. അത് ഫേമസാ. പിന്നെ തീർച്ചയായിട്ടും അത് ശരിക്കും എന്താ പറയാ അത്രയും ടേസ്റ്റ് കട്ടിയിലുള്ള പാൽപ്പായസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ അമ്പലത്തിലെ ഉച്ചയ്ക്ക് ആ സമയത്ത് അങ്ങോട്ട് കളിക്കാനും കണ്ടു പോകും. ഉച്ച സമയത്താണല്ലോ ഭക്ഷണം ഉള്ളത് ഭഗവാന് വേണ്ടിയിട്ടുള്ളത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ. അപ്പൊ തിരുമേനി വന്നിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ വാസുദേ നല്ല ശബ്ദത്തിൽ ഇങ്ങനെ 1 മിനിറ്റോളം ഇങ്ങനെ നീട്ടിന്ന് പറയും. ആ ശബ്ദം കേട്ടാണ് അണ്ണൻ ഇങ്ങനെ ഓടിയാ ഞാൻ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വെറിയിലെ കണ്ടിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമ്പലപ്പുഴയില് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഗ്രഹം, ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ കൊണ്ടുപോയിട്ട് വെച്ചു എന്ന് പറഞ്ഞല്ലോ, മറ്റേ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം തിരിച്ചിവിടെ കൊടുന്നു കേട്ടോ, ഗുരുവായൂര് കൊണ്ടുവന്നു. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലം കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചല്ലോ നമ്മുടെ ഇന്ത്യ. അന്നേരാണ് അത് അവിടെ നിന്ന് എടുത്തു കൊടുത്തിട്ട് ഇവിടെ വെച്ചത്. ഇവിടെ പിന്നെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെയാണ് വന്നത്. അപ്പൊ അമ്പലമൊക്കെ നന്നായി കാണും. അതെ, അമ്പലമൊക്കെ നന്നാക്കി അടിപൊളിയാക്കിട്ട് സംഭവം നമുക്ക് അറിയായിരുന്നു. അതെ, കാരണം കോഴിക്കോട് സാമൂതിരിയുടെ കീഴിൽ വരുന്നതാണ് ഈ അമ്പലം വരുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ അന്നത്തെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാല് അവരൊക്കെ കോഴിക്കോട് മലബാർ ദേവസ്വം. അതന്നെ മലബാർ ദേവസ്വം തന്നെ പറയാം. എങ്ങനെ 3 ദേവസ്വം ഉണ്ടല്ലോ ശരിക്കും കേരളത്തിൽ? തിരുവിതാംകൂർ ദേവസ്വം, മലബാർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. നമ്മുടെ ഈ കൊച്ചി ദേവസ്വത്തിന്റെയും അതായത് മലബാർ ദേവസ്വം രാജാക്കന്മാര് തമ്മിലൊക്കെ ഒരേപോലെ അല്ലെ? അവര് കണക്ഷൻ ഉണ്ട്, ഒരേ രാജാക്കന്മാരൊക്കെ. അതെ, കാരണം ഇപ്പൊ നമ്മളിവിടെ തൃശ്ശൂര് പാലസിൽ ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കൊച്ചി രാജാവ്. അപ്പൊ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ഷൻ ഉള്ളവരാണ് ഇവരെല്ലാവരും. അങ്ങനെയൊക്കെയാണ് വിഭജിച്ചു മാത്രം. ഓരോരുത്തർക്കും ഇതില്ല നമ്മുടെ ഈ
ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോളൊക്കെ ഇല്ലേ, ടോൾ പ്ലാസ എന്നൊക്കെ പറയില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ മുറിച്ച് അങ്ങനത്തെ സംഭവം അങ്ങനെ പണ്ടൊക്കെ. അതുപോലെ വൈക്കം ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രം വൈക്കം ക്ഷേത്രം മഹാദേവന്റെ ആ ഭാഗത്ത് തിരുവിതാംകൂർ ദേവസ്വത്തിൽ അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ തിരുവിതാംകൂർ 4 മണിക്കൂർ യാത്ര പോകുന്നത് അത്രേ ഉള്ളൂ. ദേവസ്വമാണ് ഒരുവിധം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കോളേജുകള്, അങ്ങനെയുള്ള ആശുപത്രികള്, അത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ളത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവര് ഞങ്ങൾ ഈ പറഞ്ഞതാണ് ഈ അമ്പലത്തെ കുറിച്ചുള്ള ചരിത്രം കാരണം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയായിരിക്കും, ആധികാരികമായിട്ട് അതിനെ കുറിച്ച് അറിയായിരിക്കും. അത് നിങ്ങൾ വേണം അതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കമന്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇനി നമുക്കിനി കുറച്ച് ആഴ്ചകളൊക്കെ ഉണ്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തേക്ക് പോകണം അല്ലേ? അമ്പലപ്പുഴ അത് നല്ല രസകരമാണ്. പാൽപ്പായസം എന്ന് പറയുന്നത് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള പാൽപ്പായസം, അത് അല്ലെ, ഫേമസ് പാൽപ്പായസം. അത് നമ്മൾ ഈ ലഡു എന്നൊക്കെ പറയണ പോലെ തിരുപ്പതി ലഡു. പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടതാണ്, അതായത് അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാൻ ഒരു ഭാഗ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്നല്ല, നമ്മൾ ചിലവർക്ക് ഓൺലൈനിൽ പോലും ബുക്ക് ചെയ്തിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ ഓൺലൈനിൽ പോലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കിട്ടാതെ വരിക, അല്ലെങ്കിൽ എന്താ തീർന്നു പോവുക, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ സമയത്ത് അവിടെ എത്താതിരിക്കാൻ പറ്റുക നമുക്ക്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയണത്. അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്ന അതിന്റെ ഒരു ഭാഗ്യം കൂടി വേണമെന്ന് പറയും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ചുമ ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് തന്നെ അമ്പലപ്പുഴയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരുന്ന, പക്ഷെ നമുക്ക് തെറ്റി. ആ സമയത്ത് വേറെ എന്താ ഫംഗ്ഷൻ വന്നു, അപ്പൊ അങ്ങനെ മാറിപ്പോയി. അങ്ങനെയാണ് ഒരു സമയമുണ്ട്, വേണ്ട നാളെ വന്നു, അങ്ങനെയൊക്കെ ഒരു സമയമുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തായാലും അമ്പലപ്പുഴ അമ്പലത്തിൽ പോയ രീതികളും അവിടുത്തെ സാഹചര്യമൊക്കെ എന്തെങ്കിലും കമന്റ് ഇടാം. എങ്ങനെ രസമാണോ, പാൽപ്പാസം കുടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഞങ്ങൾ കേട്ട് പരിചയം എല്ലാരും പറഞ്ഞേക്കാം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാൽപ്പാസം അടിപൊളിയാണ്, കുടിലുണ്ടും ടേസ്റ്റാന്ന് പറയാം. ഞാൻ പറഞ്ഞേക്കാം, നമുക്കെന്നെ വയറിൽ കൊതിയാവും കേൾക്കുമ്പോ തന്നെ. അമ്പലത്തിലറിയല്ലോ ഇത് ടേസ്റ്റ് അല്ലേ അമ്പലത്തിലൊക്കെ. പിന്നെ ഞങ്ങളിപ്പോ എന്താ പറയാ, ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പറഞ്ഞത്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങള്, അന്നത്തെ കാലങ്ങളിൽ സംഭവിച്ച ഓരോ എന്താ പറയുക, ഒത്തിരി അറിയുന്ന ആൾക്കാരുണ്ടാവും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട്. അതായത് ഇപ്പൊ പടയോട്ടക്കാലത്ത് പുള്ളി വന്നപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ അറിയുന്ന കുറെ ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾ അതില് കമന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വിടട്ടെ. അപ്പൊ നമുക്കത് അറിയാൻ പറ്റും, അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും നമുക്ക്. അതെ. അപ്പൊ നമ്മൾ ഇനി ഇതേപോലത്തെ ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളായിട്ട് വരും. അത് മാത്രമല്ല, കുറച്ച് ട്രാവലോഗ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്ഡേറ്റ് ഇങ്ങനെ വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ 4-5 ദിവസം ഇങ്ങനെ പോകണമായിരിക്കും എന്തായാലും. ചെറിയൊരു ഗ്യാപ്പ്, മഴയൊക്കെ അല്ലേ, മാത്രമല്ല ചെറിയൊരു മഴയുള്ളൂ. എങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തൊക്കെ പോണത്. ഇതൊരു ചരിത്രം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കേൾക്കാത്തവർക്ക് കേൾക്കാൻ രസകരമായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ടുള്ള വീഡിയോസ്, ഇങ്ങനത്തെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുക. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ അല്ലേ? സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.